ഏപ്രിൽ 9-ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അഭിപ്രായങ്ങൾ ഒന്ന് കേൾക്കണമെന്ന് അപേക്ഷ. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്. ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു, കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട്. ആ ആക്ഷേപത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. ആ സത്യം ആരും വിസ്മരിക്കരുത്. അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക, യൂറോപ്പ് ഇവിടെയുള്ള കുടിയേറ്റത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടിയത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ്. അതുണ്ടാക്കിയ സാമ്പത്തിക അസമത്വം കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലുണ്ട്, കേരളത്തിലെ പട്ടണങ്ങളിലുണ്ട്. ഇതിൻ്റെ എല്ലാം പരിഭവങ്ങളും പിണക്കങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ട്. ഈ യാഥാർത്ഥ്യം കാണരുത്. ഇതിൻ്റെ ഒരു കൂട്ടത്തിലാണ് പല രാഷ്ട്രീയമായിട്ടുള്ള പല ശക്തികളുടെ മുതലെടുപ്പുകൾ. ഇതെല്ലാം കാണാൻ ഇവിടുത്തെ ന്യൂനപക്ഷ നേതാക്കന്മാരും തയ്യാറാകണം. അവരും കുറച്ചുകൂടെ സംയമനം കാണിക്കരുത്. സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതിനെ സോഫ്റ്റെന്നോ ഹാർഡെന്നോ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു തൊട്ടാവാടിയൊന്നും അല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയക്കാർ പലപ്പോഴും ഈ മതങ്ങൾ തമ്മിലുള്ള മൈത്രിയെ തകർക്കുകയാണ് ചെയ്യുന്നത്. അവർ മതേതരത്തിന്റെ പേര് പറഞ്ഞു. ഉദാഹരണമായിട്ട് ഈ ഭീതി വ്യാപാരം അവിടെ നോക്കൂ. നിങ്ങളെ അവിടെ മണിപ്പൂരിൽ നിങ്ങളെ ഹിന്ദുക്കളെല്ലാം കൂടെ കൊല്ലുന്നു, ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർവീര്യരായി ഇരിക്കുന്നത്? അവിടെ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞൊരു നരേറ്റീവ് അവിടെ നിന്ന് എടുത്ത്, അവിടെ ഇല്ലാത്തൊരു നരേറ്റീവ് എടുത്ത് കേരളത്തിൽ ഇലക്ഷൻ ചെയ്യിക്കാനായിട്ട് ഇവിടുത്തെ പല നേതാക്കളും വിൽക്കുന്നാറുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മതങ്ങൾ തമ്മിലല്ല പ്രശ്നം, പക്ഷെ മതങ്ങൾ തമ്മിൽ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി തങ്ങളുടെ അധികാരം നേടാനായിട്ട് ഈ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിൽ പലയിടത്തും കാണാൻ കഴിയും.